എത്രയെത്ര ആരോപണങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടത്. PPE കിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലോകായുക്തയിൽ പോയപ്പോൾ ലോകായുക്ത നൽകിയ മറുപടി എന്താ? കർണാടകയിൽ PPE കിറ്റിന് കൊടുത്ത പണം എത്ര? ഇത് നമ്മൾ താരതമ്യം ചെയ്തതല്ലേ? ആ കേസ് നിലനിന്നു. അവിടെ അഴിമതിയുണ്ടെന്ന് സ്ഥാപിക്കാൻ ലോകായുക്തയിൽ സാധിച്ചു. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് കെൽട്രോണിന് പണം കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയല്ലോ. എന്നിട്ട് AI ക്യാമറയുടെ കാര്യത്തിൽ അഴിമതിയുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കിഫ്ബിയിലെ മസാല ബോണ്ട് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അടച്ചു തീർന്നു കഴിഞ്ഞ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ലാതായല്ലോ. കിഫ്ബി മസാല ബോണ്ട് എടുക്കുന്നത് ആ സമയത്ത് നിലവിലുണ്ടായിരുന്നത് 10.68% അന്ന് എ റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുക്കുമ്പോൾ അന്ന് നിലവിലുള്ള കടത്തേക്കാൾ പലിശയേക്കാൾ കുറഞ്ഞ പലിശയ്ക്കാണ് മസാല ബോണ്ടിൽ ഈ പറയുന്ന പലിശ നിശ്ചയിച്ചത് എന്നുള്ളത് കണക്കുകൾ പുറത്തു വന്നതല്ലേ? അതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് അനുമതി കൊടുത്തതല്ലേ? EDക്ക് മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് കോടതിയുടെ ഉത്തരവ് വന്നതല്ലേ? മസാല ബോണ്ടിലെയും കിഫ്ബിയിലെയും പ്രതിപക്ഷത്തിന്റെ ആരോപണം പൊളിഞ്ഞില്ലേ? പാലക്കാട് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് രണ്ടാം പിണറായി സർക്കാരിനെതിരെ വലിയ അഴിമതി ആരോപണം കൊണ്ടുവന്നല്ലോ. പൊടി പോലുമുണ്ടോ കണ്ടുപിടിക്കാൻ? ഒടുവിൽ കവിതാ റാവുവിനെ കൂട്ടുപിടിച്ചപ്പോൾ കവിതാ റാവു എന്താ ചെയ്തത്? ഡിഫമേഷന് വേണ്ടിയിട്ട് നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? പാലക്കാട് സ്പിരിറ്റ് ലോബി എന്നുള്ളത് കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണെന്നൊരു ആരോപണം ഉയർന്നതോടുകൂടി ആ ആരോപണവുമായിട്ട് അത് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ലേ? KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻഷ്യൽ ലിമിറ്റഡ് നിക്ഷേപം നടത്തിയതൊരു വലിയ അഴിമതി വിവാദം കൊണ്ടുവന്നു. ഒടുവിൽ എന്താണ്? KFC തന്നെ രേഖാമൂലം കാണിച്ചു. റേറ്റുള്ള ഒരു കമ്പനിക്ക്